നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉന്നമിട്ട് പുതിയ ചാര ഉപഗ്രഹം ഇസ്രയേൽ വിക്ഷേപിച്ചു. ഇതോടെ പശ്ചിമേഷ്യയിലെ രഹസ്യ നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കൾ എവിടെയായാലും അവർക്കെല്ലാമുള്ള താക്കീതാണ്. ഞങ്ങളുടെ കണ്ണ് എപ്പോഴും ഉണ്ടാകുമെന്ന് കാറ്റ്സ് പറഞ്ഞു. ഒഫെക് 19 ചൊവ്വാഴ്ചയാണ് വിക്ഷേപിച്ചത്. ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാനു പുറമെ ലെബനൻ, സിറിയ, യമൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലിനെതിരെ നിരന്തര നിരീക്ഷണത്തിലുള്ളത്. ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാനു പുറമെ ലെബനൻ, സിറിയ, യമൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലിലെ നിരന്തര നിരീക്ഷണത്തിലുള്ളത്. അതേസമയം ഇസ്രയേൽ നഗരമായ ഡിമോണയ്ക്ക് സമീപം ഷിമോൺ പെരസ് ന്യൂക്ലിയസ് റിസർച്ച് സെന്ററിൽ നടന്നുവരുന്ന വൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇസ്രയേലിലെ അണ്വായുധ പദ്ധതിയുടെ ഭാഗമാണെന്ന് ആണവ നിരീക്ഷകരായ വിദഗ്ധർ പറഞ്ഞു. ഉപഗ്രഹ ദൃശ്യങ്ങൾ വിശകലനം ചെയ്തതിനു ശേഷമാണ് പുതിയ റിയാക്ടറിന്റെ നിർമ്മാണം നടക്കുന്നതെന്ന് കാലിഫോർണിയ മിഡിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ 7 വിദഗ്ധർ വിലയിരുത്തി. ജെറൂസലമിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയാണ് ഡിമോണ. പുതിയ റിയാക്ടറിനായുള്ള സമുച്ചയ നിർമ്മാണത്തിന്റെ ഭാഗമായി വൻതോതിൽ ഭൂമി തുറക്കലും മണ്ണെടുപ്പും നടക്കുന്നതാണ് ഉപഗ്രഹ ദൃശ്യങ്ങളിലുള്ളത്. ഡിമോണയിൽ രാജ്യാന്തര നിരീക്ഷകരുടെ പരിശോധനയ്ക്ക് ഇസ്രയേൽ ഇതേവരെ അനുമതി നൽകിയിട്ടില്ല. അണുവായുധം നിർമ്മിക്കുന്നുവെന്ന് ആരോപിച്ച് ജൂണിൽ ഇറാനിന്റെ ആണവ നിലയങ്ങൾ യുഎസും ഇസ്രയേലും ബോംബിട്ട് തകർത്തിരുന്നു. തെക്കൻ ലബനനിലെ ഇസ്രയേൽ അതിർത്തിയിൽ UN സമാധാന സേനയ്ക്ക് നേരെ ഇസ്രയേൽ ഡ്രോണുകൾ ഗ്രനേഡ് ആക്രമണം നടത്തുകയായിരുന്നു. 4 ഗ്രനേഡുകളാണ് സൈനികരുടെ തൊട്ടടുത്തായി വീണത്. എന്നാൽ ആർക്കും പരിക്കില്ല. ഹിസ്ബുള്ള ഇസ്രയേൽ വെടിനിർത്തലിന് ശേഷം അതിർത്തിയിൽ UN സേനയാണ് കാവലുള്ളത്. ലബനനിൽ 5 ദശകമായി തുടരുന്ന UN സേനയുടെ സേവനം അടുത്ത വർഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞയാഴ്ച UN രക്ഷാസമിതി തീരുമാനിച്ചിരുന്നു. യുഎസിന്റെയും ഇസ്രയേലിന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണിത്. അതേസമയം ജൂൺ 13-നാണ് ഇസ്രയേൽ സൈനിക ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപായി ഇറാൻ സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ട് പുറത്തുവന്നത്. വിയന്ന ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ 13 വരെ ഇറാനിൽ 440.9 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് 60% വരെയാണ്. ഇത് മെയ് മാസത്തിൽ IAEAയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ 32.3 കിലോഗ്രാം വർധനവാണുണ്ടായത്. ഇറാൻ നൽകിയ വിവരങ്ങൾ 2025 മെയ് 17-നും 2025 ജൂൺ 12-നും ഇടയിലുള്ള ഏജൻസി പരിശോധനാ പ്രവർത്തനങ്ങൾ, അതായത് ഈ സൈനിക ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം, പ്രസക്തമായ സൗകര്യങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു കണക്കെന്നാണ് റിപ്പോർട്ടിൽ പ്രസ്താവിച്ചത്. ആ മെറ്റീരിയൽ 90% എന്ന ആയുധ ഗ്രേഡ് ലെവലിൽ നിന്ന് ഒരു ചെറിയ സാങ്കേതിക ചുവടുവെപ്പ് അകലെയാണ്. ജൂണിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ബോംബ് ആക്രമണത്തിൽ ബാധിത പ്രദേശങ്ങളിൽ പരിശോധന പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാനും IAEAയും ഒരു കരാറിൽ എത്തിയിട്ടില്ലെന്നും രഹസ്യ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. യുദ്ധത്തിന് ശേഷം പരിശോധിച്ച ഒരേയൊരു സ്ഥലം റഷ്യൻ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബുഷെഹർ ആണവ നിലയം മാത്രമാണ്. ഏജൻസി പരിശോധന പൂർണ്ണമായി പുനരാരംഭിക്കുന്നതിനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ കാലതാമസമില്ലാതെ അവസാനിപ്പിക്കണമെന്ന് UN ആണവ നിരീക്ഷണ സംഘടനയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രേസി പറഞ്ഞു. മൊത്തത്തിലുള്ള സുരക്ഷാ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ യുദ്ധസമയത്ത് ഇറാനിൽ നിന്ന് UN പരിശോധകരെ പിൻവലിക്കേണ്ടത് അത്യാവശ്യമായിരുന്നുവെങ്കിലും IAEAയുമായുള്ള സഹകരണം വിച്ഛേദിക്കുവാനുള്ള ടെഹ്റാന്റെ തുടർന്നുള്ള തീരുമാനം വളരെ ഖേദകരമെന്നാണ് റിപ്പോർട്ടിൽ പ്രസ്താവിച്ചത്. ജൂൺ 13-ന് കണക്കനുസരിച്ച് ഇറാന്റെ ആകെ സമ്പുഷ്ട യുറേനിയം ശേഖരം 9874.9 കിലോഗ്രാം ആയിരുന്നു. ഇത് മെയ് മാസത്തിലെ അവസാന റിപ്പോർട്ട് മുതൽ 627.3 കിലോഗ്രാം വർധനവിനെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജൂൺ 13 മുതൽ മുൻപ് റിപ്പോർട്ട് ചെയ്ത സ്റ്റോക്ക് പൈലിലെ മാറ്റങ്ങൾ കണക്കാക്കുവാൻ ഉപയോഗിച്ച ഇറാന്റെ പ്രഖ്യാപനങ്ങൾ ശേഖരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ആവശ്യമായ ഇൻഫീൽഡ് പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് IAEA പറഞ്ഞു. IAEAയുടെ കണക്കനുസരിച്ച് 60% സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിന്റെ ഏകദേശം 42 കിലോഗ്രാം സൈദ്ധാന്തികമായി 90% കൂടി സമ്പുഷ്ടമാക്കിയാൽ ഒരു അണുബോംബ് നിർമ്മിക്കുവാൻ പര്യാപ്തമാണെന്നാണ് സൈദ്ധാന്തികമായി 2 മാസത്തിലേറെ ഇറാന്റെ ബോംബ് ഗ്രേഡ് ശേഖരം പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഗുരുതരമായ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണിതെന്നും ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്.